ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഉണ്ടല്ലോ, അച്ഛൻ പറഞ്ഞു മുറ്റത്ത് ഞാൻ ഒരു സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്, എല്ലാവരും വന്നൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് കേട്ടോ നമ്മളൊരു പുതിയൊരു അൽഫാമിൻ്റെ ഒരു മിഷ്യൻ വാങ്ങിച്ചു തരുന്നത്. ഞാൻ ഇതിൻ്റെ അകത്തെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് കണ്ടോ? ആക്ച്വലി ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കാർബോർഡാണോ ഇത് കത്തിക്കുമ്പോൾ അപ്പോൾ അത് കത്തി പിടിക്കില്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചേ. പിന്നീട് തൊട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ അതൊരു ടൈപ്പ് ഇഷ്ടികയാണെന്ന് മനസ്സിലായത്. എന്തായാലും ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ രാവിലെ തന്നെ അച്ഛൻ പോയിട്ട് ഫ്രഷ് ആയിട്ടൊരു ചിക്കൻ വാങ്ങിച്ചേ. പിന്നെ നമ്മൾ ഈ അൽഫാമിൻ്റെ ഒക്കെ ഒരു മിക്സ് ഇല്ലേ, അത് അച്ഛൻ തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. വീഡിയോ എടുക്കാനുള്ള ടൈം പോലും എനിക്ക് തന്നില്ല കേട്ടോ. അച്ഛനെല്ലാം പെട്ടെന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ അൽഫാം പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏത് കമ്പനിയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തൈര്, അതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപ്പ് എല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം ഇതുപോലെ തേച്ച് പിടിപ്പിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങൾ രാവിലെയാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചത്, പക്ഷെ നൈറ്റാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനെ രാത്രി ഒരു 10:30-11 ആയേ നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിനു മുമ്പ് ഞാൻ വെറുതെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ അമ്മ പറഞ്ഞൊരു ട്രിക്കാണ്, ചിലപ്പോൾ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. നമ്മുടെ ഈ വിറകൊക്കെ നല്ലപോലെ പെട്ടെന്ന് കത്തി പിടിക്കാനായിട്ട് ഒരു ചിരട്ടയ്ക്കകത്ത് കുറച്ച് ചാരം എടുത്തിട്ട് അതിലോട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തി പിടിക്കും കേട്ടോ. അങ്ങനെ അമ്മ തന്നെയാണ് എല്ലാ പണിയും ചെയ്യുന്നത്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് അമ്മ ഇങ്ങനെ ചൂട് കായാണ് കേട്ടോ. ഞങ്ങൾ കട്ടപ്പനക്കാർക്ക് ഇപ്പോൾ ഒരു 16-17 ഡിഗ്രിയിലാണ് കേട്ടോ ടെമ്പറേച്ചർ. ചിലപ്പോൾ അത് 18-19 ആവാറുണ്ട്. പക്ഷെ നല്ല തണുപ്പിൻ്റെ ഒക്കെ സീസൺ വരുന്നതേ ഉള്ളൂ കേട്ടോ. തീ കണ്ടതിൻ്റെ പേടിയിലുണ്ടല്ലോ ഇവൻ ഒളിച്ചിരിക്കാൻ പോവാണ്. നെക്സ്റ്റ് ആക്ച്വലി കുറുക്കൻ്റെയും വേട്ടപ്പട്ടിയുടെയും ക്രോസ് ആണ് കേട്ടോ. ഇവൾ ഞങ്ങളുടെ ഹസ്കിയാണ്, ലെയ്ക്ക എന്നാണ് കേട്ടോ പേര്. ഇവർ രണ്ടുപേരും കുറുക്കനും ചെന്നായി ആയതുകൊണ്ട് തന്നെ ലെയ്ക്കനേക്കാളും നല്ല അടിപൊളിയായിട്ട് നെക്സ്റ്റ് കൂവും കേട്ടോ. മഴ കാരണമായിരുന്നേ ഞങ്ങൾ പുറത്ത് വെക്കാതിരുന്നത്. അങ്ങനെ മഴയെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും അനിയനും കൂടെ ഇതെല്ലാം പൊക്കി പുറത്തോട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത്രയും നേരത്തെ എൻ്റെ അമ്മയുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ അച്ഛൻ്റെ ഊഴമാണ് കേട്ടോ. അച്ഛൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു എയർ ബ്ലോവർ ആണ്. നമ്മൾ ഈ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ ഒരു കുഴൽ വെച്ച് ഊതത്തില്ലേ, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വേർഷനാണ് കേട്ടോ ഇത്. ഇതിൽ എയർ പുറത്തോട്ട് പമ്പ് ചെയ്തോളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാൻ പറ്റുമേ. ഞങ്ങളുടെ ലേക്കിക്കുണ്ടല്ലോ, ഞങ്ങൾ എവിടെ പോയാലും അവനെ കൊണ്ടുപോകണേ. ഞങ്ങൾ തൊട്ടടുത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും അവൻ അടുത്ത് വന്ന് നിൽക്കണം. അതിനുവേണ്ടി കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് എത്തിയേട്ടോ. ചിക്കനൊക്കെ നല്ല രീതിയിൽ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നമ്മളിങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അച്ഛൻ നെയ്യും പിന്നെ നാരങ്ങയും കൂടെ കൊണ്ടുവന്ന കേട്ടോ. നാരങ്ങ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചേ കഴിക്കാൻ നേരത്ത് സ്ക്വീസ് ചെയ്യാനുള്ളതാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞു ഗ്രില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ചിക്കനിൽ നല്ലപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കും, പിന്നെ നാരങ്ങ നല്ലപോലെ സ്ക്വീസ് ചെയ്യുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചിക്കനെ തിരിച്ചും മറിച്ചും നല്ലപോലെ അങ്ങ് ചുട്ടെടുക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ ചിക്കൻ നല്ലപോലെ ഗ്രില്ലായിട്ടുണ്ട്. അങ്ങനെ അൽഫാം റെഡി ആയെന്ന് കേട്ടതും നമ്മൾ സവോളയും നാരങ്ങയും ചോറും എല്ലാം കൂടി ഡൈനിങ് ടേബിൾ അങ്ങ് സെറ്റായ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. നമ്മൾ വീട്ടിൽ ആദ്യമായിട്ടാണ് അൽഫാം ഉണ്ടാക്കണത്. സത്യം പറയാലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല കൈപ്പുണ്യമാണ്. അവരെന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ബാക്കി പോയി കഴിച്ചു തീർക്കട്ടെ. അപ്പോൾ ടേക്ക് കെയർ, ബൈ.